ഹലോ ഗൈസ്, നമ്മൾ വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പോൾ കുറേ ദിവസമായി. അതിന് കാരണം എവിടെ നിൽക്കുമോ എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ച്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. ഇപ്പോൾ അതെല്ലാം മൊത്തത്തിൽ മാറി. അതുകൊണ്ട് ആ ഒരു റീസൺ എല്ലാവരും മനസ്സിലാക്കി ബാക്കി എപ്പിസോഡ് കാണണം. സോ ഇത് മുമ്പേ പറയാൻ വിട്ടതിന് എല്ലാവരും ക്ഷമിക്കുക. കാരണം അപ്പം മെസ്സേജ് അയക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ എല്ലാവരും കഥ തന്നെ മറന്നുപോയി കാണും. എന്നാലും നമുക്ക് അവസാനം കണ്ട സീൻ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് പോലെ കാണാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഇംസോളും ടേസുങ്ങിനോട് അവൾ ഫ്യൂച്ചറിൽ നിന്ന് വന്നേക്കുവെന്ന കാര്യം അവനോട് തെളിയിച്ചു പറയും. അതേസമയം ഇവിടെ കൂട്ടുകാരന് സപ്പോർട്ടിന് വേണ്ടി സുൻജയും കൂടെ ചേർന്ന് പാടിക്കൊണ്ടിരിക്കും. അപ്പനാണ് ഇവ സ്വന്തമായിട്ട് എഴുതിയ പാട്ട് ഇംസോൾ എങ്ങനെ അറിഞ്ഞെന്നറിയാതെ വീണ്ടും അവന്റെ കൂട്ടുകാരനോട് സംശയത്തിൽ ചോദിക്കും, എടാ സത്യമായിട്ട് നീ ഈ പാട്ട് ഇംസോളിനോട് പാടി കേൾപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവന് ഷോക്കായിട്ട്, ഞാൻ എന്തിനാണ് അവളോടൊക്കെ പാടി കേൾപ്പിക്കുന്നത്, ഇനി അതൊക്കെ ചെയ്യണോ നീ ടീമിൽ ചേരണമെങ്കിൽ എന്നിന് അവന് കൺഫ്യൂസ് ആയിരിക്കും. അതേസമയം ഇവൻ പറഞ്ഞിട്ട് സുൻജയ മൊത്തത്തിൽ സംശയത്തിലാവും, ഇനി അവള് ഫ്യൂച്ചറിൽ നിന്നാ വന്നേന്ന് പറഞ്ഞ്. അതിനുശേഷം അവൻ അന്ന് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അച്ഛന് ഫോൺ വിളിച്ച് പറയുന്നത്, മോനെ സുൻജയ, നിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാൻ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തില്ലായിരുന്നു. നമുക്ക് ഭാഗ്യമുണ്ട്, നിനക്ക് മുമ്പുള്ള ഒരു പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്ത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സർജറിക്ക് വേണ്ടി അവിടേക്ക് പോവാം എന്നിന് അച്ഛനെ സന്തോഷിച്ചിട്ട് അറിയുമ്പോഴാണ് ഇത് കേട്ട് ഇവന് ഷോക്കായിട്ട്, എന്തോ പെട്ടെന്ന് തന്നെ പോവാന്നോ, എപ്പോഴായിരിക്കും ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരുന്നത് എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ്. അതേസമയം ഇംസോളിന്റെ അമ്മൂമ്മ സ്റ്റെപ്പിൽ നിന്ന് മറിഞ്ഞു വരുന്ന ഇവൻ ഇവിടുന്ന് കാണും. ഇത് കണ്ട് ഇവനും പേടിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ്. അതേസമയം അവള് ഫ്യൂച്ചറിൽ നിന്ന് വന്നേക്കോന്ന് പറഞ്ഞു കേട്ട് ടേസും അവളെ ചോദ്യം ചെയ്തോണ്ടിരിക്കും. ഇംസോൾ, നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം, എങ്കിൽ പിന്നെ ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സിലേക്ക് ആരാ ജയിക്കാൻ പോകുന്നത് അത് മാത്രം പറ എന്നിട്ട് ഇവന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നോക്കുമ്പോഴാണ് അവൾ ഇതെല്ലാം കേട്ടിട്ട്, എടാ അതൊക്കെ എനിക്ക് അറിയാമെങ്കിലും നിന്നോട് പറയാൻ പറ്റത്തില്ല. എന്നെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും അത് നിന്റെ ഇഷ്ടം. പക്ഷെ ഞാൻ പറയാനുള്ള എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ നീ ഫ്യൂച്ചറിൽ നിന്റെ അച്ഛനോട് എന്നെ അല്ലാതെ സുൻജയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറയണം. അപ്പോ ഫ്യൂച്ചറിൽ സുൻജയ്ക്കെല്ലാം പറ്റുമോ? അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലാണ് ഇത്. എന്നാലും നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനോട് വേറൊരു പയ്യനെ ഇങ്ങനെ സംരക്ഷിക്കാനൊക്കെ പറയാം, എനിക്കത് ഹേർട്ട് ആവത്തില്ല എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കണ്ട് അവളും പൂച്ചെത്തി, ഓ നിനക്ക് നാച്ചുറലായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും തോന്നണം, പെണ്ണുങ്ങളെ വളച്ചിടുന്ന നിന്റെ പണി എന്നാ തോന്നുന്നത്. ശരിയെന്നാ നീ വീട്ടിൽ പോയിക്കോ, നീ എന്തിന് എന്നെ ഫോളോ ചെയ്ത് ഇവിടം വരുന്നത്? ഞാൻ എന്റെ വീട് എത്താറായി. ആ ഇംസോൾ, ഞാൻ എങ്ങനെ നിന്നെ ഒറ്റയ്ക്ക് വിടുന്നത്? ഇപ്പോഴും മറ്റേ സൈക്കോയെ പോലീസ് ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇനി അവൻ കാരണം നിനക്കൊല്ലം പ്രശ്നം ഉണ്ടായല്ലോ, അതുകൊണ്ട് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ കൂടെ വന്നേ എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും, ഓ അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഇപ്പോഴൊന്നും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നിന് ഇവളും പറയുമ്പോഴാണ്. അതേസമയം വീട്ടിൽ നിന്ന് അവൾക്ക് ഫോൺ കോൾ വരും. അങ്ങനെ അവളും ടെൻഷനോടെ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവിടെ പുറത്ത് അമ്മയുടെ കട പൈപ്പ് പൊട്ടി വെള്ളം മൊത്തത്തിൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് സുൻജയ് ഇവരെ സഹായിക്കുന്നുണ്ട്. അവള് മൊത്തം ഷോക്കായിരിക്കും. അപ്പോഴാണ് അമ്മയും, ഓ ഇതാര്, ഇംസോളിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ടേസുങ്ങോ? ഹലോ മോനെ, അന്ന് നീ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ തീ പിടിച്ചായിരുന്നു, ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുക, എന്തായാലും അത് പൊളിച്ച് എന്നിന് അവർ രണ്ടിനും പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് ഇംസോളും ദേശത്തി, എന്റെ പൊന്നമ്മ, നമ്മുടെ വീട്ടിൽ വെള്ളം ലീക്കാതിന് എന്തിനാ സുൻജയെ പിടിച്ച് ഇവിടെ നിർത്തിയേക്കുന്നത് എന്നിന് അവളും ദേഷ്യപ്പെടുമ്പോഴാണ് അമ്മുമ്മയെ സഹായത്തിന് വിളിച്ചെന്ന് പറഞ്ഞ് അവൾക്ക് മറുപടി തരും. അപ്പോഴാണ് അമ്മ അവളോട്, പിന്നെ ഇംസോൾ, നിന്റെ ചേട്ട പൈപ്പ് ശരിയാക്കാൻ വേണ്ടി ഒരാളെ വിളിക്കാൻ പോയിട്ടുണ്ട്, അതുവരെ നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കണം എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇവളും പെട്ടെന്ന് സുൻജയുടെ അടുത്തേക്ക് ചെന്നിട്ട്, സുൻജയ നീ കൈയെടുത്ത, ഞാൻ വേണേ പിടിച്ചോളാം എന്നിന് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയും ദേശത്തി, എടി പ്രായമായ നിന്റെ അമ്മ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിനക്കൊന്നും കണ്ടുകൂടടി എന്നിന് അമ്മ ചൂടാകുമ്പോഴാണ് ടേസും അടുത്തേക്ക് വന്നിട്ട്, ആന്റി നിങ്ങൾ നിന്നെ കഷ്ടപ്പെടുന്ന, ഞാൻ പിടിച്ചോളാം എന്നിന് അവനും സഹായിക്കുമ്പോഴാണ് ഇത് കണ്ട് ഇംസോൾ മൊത്തം ദേഷ്യത്തിലാകും. അതോടെ സുൻജയും ടേസുങ്ങും തമ്മിൽ അടിയാകും. അങ്ങനെ സുൻജയും അവന്റെ ഫ്രണ്ട് ഷോ കാണിക്കാൻ വേണ്ടി ഒറ്റക്കൈയാ വെള്ളമൊക്കെ നിറച്ചോണ്ട് ഇത് കണ്ട് ടേസുങ്ങും അവനെ പോലെ ഷോ കാണിക്കുമ്പോഴാണ് അമ്മയും ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ചിട്ട് അത് പുറത്തേച്ചെന്ന് കളയാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അമ്മ അത് പൊക്കാൻ പറ്റാതിരിക്കുന്നിട്ട് പെട്ടെന്ന് ടേസുങ്ങും അവന്റെ ഉള്ള പാത്രം കൂടെ സുൻജയെ പിടിക്കാൻ പറഞ്ഞിട്ട് അവൻ ഇംസോളിന്റെ അമ്മയെ ചെന്ന് സഹായിക്കും. ഇത് കണ്ട് സുൻജയ മൊത്തം ജലസായി, ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ ആദ്യം തന്നെ അവൻ പോയനെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇംസോളിന്റെ അമ്മയും ടേസുങ് അങ്ങനെ സഹായിച്ചുകൊണ്ട് അവൻ ഹാൻസം ആന്ന് പറഞ്ഞ് അവനെ കുറിച്ച് പൊക്കി പറഞ്ഞോണ്ടിരിക്കും. ഇതോടെ അവനും ഞാൻ ജനിച്ചപ്പോലെ ഹാൻസം അമ്മയെന്ന് പറഞ്ഞ് ഇംസോളിന്റെ അമ്മയെന്ന് വിളിക്കുമ്പോഴാണ്. ഇതെല്ലാം കേട്ട് സുൻജ ജലസായിട്ട് അവനോട് ദേഷ്യപ്പെടും, എടാ പണി കഴിഞ്ഞെങ്കിൽ നിന്റെ പാത്രം ഒന്നും പിടിക്കാവോ എന്നിനെ ടേസുവിന്റെ പാത്രം കൊടുത്തിട്ട് ഇവനും ദേഷിച്ച് ചോദിക്കും, അമ്മയാ, നീ എന്തിനാണ് അവൻ അമ്മയെന്ന് വിളിച്ചത് എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും, പിന്നെ എനിക്ക് അവർ അച്ഛന്ന് വിളിക്കാൻ പറ്റുമോ, മര്യാദയ്ക്ക് പാത്രം പിടി മാൻ എന്നിനെ ടേസുങ് അവനെ മിണ്ടാതാക്കും. അപ്പനാണ് ഇംസോളിന്റെ അമ്മയും ടേസുങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മുമ്മ അവിടേക്ക് വന്ന് സുൻജയെ സപ്പോർട്ട് ചെയ്യും. ഓ സുൻജയുടെ ആംസ് ഒക്കെ ഉണ്ടോ, അവൻ നല്ലോണം വർക്കൗട്ട് ചെയ്യുന്ന തോന്നുന്നത്, പൊളിച്ചില്ല അവന്റെ മസിൽസ് ഒക്കെ എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനെ സന്തോഷത്തി, ഓ നിങ്ങൾക്ക് ഇങ്ങനെ അത് മനസ്സിലായ, ഞാൻ സ്വിമ്മിങ് ചെയ്യുന്നുണ്ട് എന്റെ മസിൽസിനെ ആരെ കൊണ്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അതും പ്രധാനമായിട്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുന്നമാരായിട്ട് എന്നിനെ ടേസുങ്ങിനെ കുത്തി പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ദേഷ്യത്തി, ചുമ്മാ കറങ്ങി നടക്കുന്നമാരുടെ മസിൽ നിന്നെ കാണിച്ച ഒരാളാ എന്നിന് അവർ തമ്മിൽ അടി ഉണ്ടാക്കുമ്പം ഇത് കണ്ട് ഇംസോളും ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവള് നൈസിന് അവിടെ നിന്ന് പോകും. അതോടെ ഇവന്മാരുണ്ടേരും കൂടെ കൊച്ചുള്ളവർ പോലെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. എടാ സുൻജയ, ഈ പാത്രം നീ ഒന്നും കൂടെ പിടിച്ച, ഞാൻ വെള്ളം കൊണ്ടേ കളഞ്ഞിട്ട് തരാം എന്നിന് അവൻ ആ ബക്കറ്റിലുള്ള വെള്ളം കളയാൻ നോക്കുമ്പോഴാണ് അവ തട്ടിവിട്ട് ആ റൂം ഫുൾ
പൊള്ളാക്കും. ഇതോടെ സുൻജയും ദേഷ്യപ്പെട്ട് പണി ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ആദ്യം ഇവിടുന്ന് പോകാൻ പറയുമ്പോഴാണ് ടേസുങ് ഇത് കേട്ട് കലിപ്പായി അവനോട് ചൂടാവും. എടാ എന്നോട് പോകാൻ പറയാൻ നീ ആരാടാ? ഇവിടുത്തെ മരുമകനാ. ഞാൻ ഇംസോളിന്റെ എക്സ് ബോയ് ഫ്രണ്ട്. ഞാൻ ഇവിടെ സഹായിക്കാൻ വന്ന്. നീ അവളുടെ ഫ്രണ്ടും അല്ല എക്സ് ബോയ് ഫ്രണ്ട് അല്ല. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്നിട്ട് ടേസുങ് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും ഞാൻ ഇവിടുത്തെ അയൽവാസിയാ. അതും തൊട്ടടുത്ത് വീട്ടിൽ പ്രശ്നം നടക്കുവാണ് അയൽവാസി ആദ്യം വരുന്നത്. ആണോ? പക്ഷെ നീ പ്രപ്പോസ് ചെയ്ത് അവള് നിന്നെ റിജക്ട് ചെയ്യുന്നൊക്കെയല്ല ഞാൻ അറിഞ്ഞ. എന്നിട്ട് ടേസുങ്ങും പറയുമ്പോഴാണ് സുൻജയ്ക്ക് മനസ്സിലാവും ഈ കാര്യമൊക്കെ അവന്റെ കൂട്ടുകാരനായിരിക്കും ഇവനോട് പറഞ്ഞെന്ന്. എടാ സത്യത്തിൽ നീ ഇംസോളിന് പ്രപ്പോസ് ചെയ്തത് നിനക്ക് അവൾ ഇഷ്ടമുള്ളതുണ്ടെന്നല്ല. നീ ജസ്റ്റ് അവളെ യൂസ് ചെയ്ത് നിന്റെ പുറകെ നടക്കുന്ന പെമ്പിള്ളാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നീയൊക്കെ മിണ്ടായിരിക്കാൻ നല്ലത്. എന്നിനെ സുൻജ പറയുമ്പോഴാണ് അവനും അതങ്ങനെ നിനക്കറിയാം. ഒരു സത്യത്തിൽ എനിക്ക് അവൾ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്താണെങ്കിലോ. എന്നിന് അവർ തമ്മിൽ അടി ഉണ്ടാകുമ്പോഴാണ് സുൻജയും ദേഷ്യത്തിൽ ഹിംസോളിന്റെ കാര്യത്തിൽ തമാശ കളിക്കലെന്ന് പറഞ്ഞ് അവരുടെ തമ്മിൽ അടിയാവും. അതോടെ ഹിംസോളുടെ അമ്മയുടെ കട മൊത്തത്തിൽ നശിച്ചു പോകും. അപ്പനാണ് ഇതൊക്കെ അവിടേക്ക് വരുന്ന ഇംസോൾ അമ്മൂമ്മയും കണ്ട് ഷോക്കായി പോകും. സുൻജയ കിം ടേസുങ് രണ്ടുപേരും എന്തുവാടാ കാണിക്കുന്നത് എന്നിന് ഇവളും മൊത്തത്തിൽ ഷോക്കായി പോകും. കാരണം ഇവന്മാർ അടി കൂടിയത് മുകളിൽ നിന്ന് ലൈറ്റ് പൊട്ടി കറണ്ട് തന്നെ പാസ്സായിക്കൊണ്ടിരിക്കുക. കാരണം മൊത്തത്തിൽ വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരുന്നോണ്ട് അതി ടച്ചായി കറണ്ട് പാസ്സായി. അങ്ങനെ അതുപോലും കാണാതെ ഇവന്മാർ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവള് പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പോവും. അപ്പനാണ് പെട്ടെന്ന് അമ്മൂമ്മ ഇതെല്ലാം കണ്ട് കരഞ്ഞിട്ട് ഒന്ന് നിർത്തും മക്കളെ, നിങ്ങൾ ഇനി അടി തുടരുവാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇവിടെ തന്നെ ചത്തുവും എന്നിന് അമ്മൂമ്മയും മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോഴാണ് സുൻജിക്ക് പെട്ടെന്ന് ബോധം വന്നിട്ട് ആ കറണ്ട് ഇവർക്ക് നേർക്ക വരുന്നെന്നറിഞ്ഞ് പെട്ടെന്ന് അവൻ ടേസുങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം ഇംസോള് മെയിൻ സ്വിച്ച് ഓഫ് ആയതോടെ ഇവന്മാര് ആ കറണ്ട് ഷോക്കിൽ നിന്ന് രക്ഷപ്പെടും. എടാ എനിക്ക് കറണ്ട് അടിക്കാൻ വന്നപ്പോ നീ എന്റെ കൈ വിടുന്നു എന്നിനെ ടേസും ചോദിക്കുമ്പോഴാണ് അവനും ദേഷ്യത്തി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തയാടാ. ഞാൻ കൈ വിട്ടില്ലായിരുന്നെങ്കിൽ നീ ഷോക്ക് അടിച്ച് അവിടെ കിടന്നേനെ. എന്നിന് അവന്മാര് വഴക്കുണ്ടാക്കുമ്പോഴാണ് അമ്മ അവിടേക്ക് വന്ന് ഇവർ ചെയ്ത സഹായത്തിന് താങ്ക്സ് അറിഞ്ഞിട്ട് മുകളിലേക്ക് വന്ന് കഴിക്കാൻ വേണ്ടി വിളിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഇംസോളും രാത്രി 12 മണിക്കാണ് കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞിടാൻ വേണ്ടി നോക്കും. അപ്പനാണ് അമ്മയും രാത്രി സമയത്ത് ടേസുങ്ങിന് പോകാൻ ബസ് കാണത്തില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ടേസുങ്ങും എനിക്ക് പിന്നെ ഇന്ന് രാത്രി ഇവിടെ തന്നെ താമസിക്കാന്ന് ആ മൊത്തത്തിൽ റെഡിയാവും. അപ്പനാണ് ചേട്ടൻ അവിടേക്ക് വന്നിട്ട് എന്തോ അമ്മ പറയുന്നത്, പ്രായമായ പെൺകുട്ടികളൊപ്പം ഇവനെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റണം. ചിലവന്മാർ അങ്ങനെ ഓരോ ദിവസം വന്നപ്പം എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് ഓർമ്മയുള്ള. എന്നിനെ സുൻജി ഓർത്ത് പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയും ചേട്ടനോട് പറയും എടാ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ടേസും അല്ലാതെ നമ്മളൊക്കെ വീട്ടിലില്ലേ, ഇംസോളിനെ നമ്മളും ഒറ്റയ്ക്കാക്കാൻ പോകണം. ഈ രാത്രി ബസ്സില്ലാതെ അവൻ എങ്ങനെയാണ് വീട്ടിൽ പോകുന്നത്. എന്നിന് അമ്മയും പറയുമ്പോഴാണ് പെട്ടെന്ന് സുൻജി ഇടക്കേറി പറയും കുഴപ്പമില്ല ആന്റി, ടേസുങ്ങിനെ എന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയിക്കോളാം, എന്റെ വീട്ടിൽ കുറെ സ്ഥലമുണ്ട്. എന്നിന് ഇവനും പറഞ്ഞോടെ ഇത് കേട്ട് അമ്മയെ ആശ്വാസപ്പെട്ടിട്ട് അതായാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ ഇനി വഴക്കൊന്നുമില്ലല്ലേ, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ ഇപ്പൊ, ഇനി അടിയൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ. എന്നിന് അമ്മയും ചോദിക്കുമ്പോഴാണ് അവരുടെ പരസ്പരം നോക്കി ചിരിച്ചിട്ട് എന്തു ആന്റി പറയുന്നത്, ഞങ്ങൾ എനിമീസ് ഒന്നുമില്ല, ഞങ്ങൾക്ക് കട്ട ഫ്രണ്ട്സാ അല്ലടാ ടേസുങ്. എന്നിന് അവനെ പിടിച്ച് അമർത്തുമ്പോഴാണ് അവന് വേറെ വഴിയില്ലാതെ സുൻജയുടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പനാണ് സുൻജ അവനെ കണ്ടിട്ട് എടാ നീ ഇന്ന് രാത്രി അപ്പോ ഇവിടെ കിടക്കാൻ പോകണം. എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും പിന്നല്ലാതെ അതിനു മുമ്പ് നിന്റെ മൈൻഡ് നീ മാറ്റിയോ, നീ അല്ലടാ എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ടെന്ന്, നമ്മൾ കട്ടയ്ക്ക് ക്ലോസ് അല്ലേ, അളിയന് വേണ്ടി ഒരു ബെഡ് റെഡിയാക്ക്. എന്നിന് ടേസുങ് പറയുമ്പോഴാണ് അവനും നിനക്ക് ബെഡ് വേണോ ഇനി. എന്നിന് ഇവനും ചോദിക്കുമ്പോൾ ടേസുങ് എന്നെ കളിയാക്കും എടാ ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളു, അല്ലെങ്കിൽ നിന്റെ കൂടെ ആരും ബെഡിൽ കിടക്കും, ഞാൻ ഈ സോഫയെ കിടന്ന് ഉറങ്ങാൻ പോവാ. എന്നിന് അവനും പറഞ്ഞിട്ട് കിടക്കുമ്പോഴാണ് സുൻജ അവന്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും എന്തുവാടാ നീ നൈറ്റ് വാച്ച്മാൻ ആണോ, ഇനി രാത്രി നീ ഉറങ്ങിയതിനു ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇംസോളിന്റെ വീട്ടിൽ പോകുന്ന നീ പേടിച്ചു പോയാ, ഞാനൊന്നും അത്ര മോശക്കാരനല്ലേടേ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്നിന് അവനും സുൻജ പറഞ്ഞിടാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ടേസുങ് അവനോട് പറയും എടാ നിനക്ക് ഇംസോളിന് ഇഷ്ടമാണെങ്കിലും അവളുടെ മനസ്സിൽ എന്തോ ഉള്ളെന്ന് നിനക്കൊരു പിടിയില്ല, നീയൊക്കെ എന്തിനാ എന്നെ കണ്ട് ജലസാണെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഒരേ ശനി നിനക്ക് മനസ്സിലായിട്ടില്ല ഇതൊന്നും, വെറുതെ നീ എന്നെ ഓർത്തൊന്നും ജലസാവണ്ട, നീ നിന്നെ മാത്രം സുരക്ഷയായിട്ട് നോക്കിക്കോ, അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി നീ, കാരണം ഹിംസോളും എന്നോട് അതാ പറഞ്ഞ് നിനക്കൊന്നും സംഭവിക്കാതെ നിന്നെ സുരക്ഷയായിട്ട് നോക്കിക്കോളാം. എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനൊന്നും മനസ്സിലാവാതെ നീ എന്തിനാ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൾ എന്തിനാ എന്നെ സുരക്ഷയായിട്ട് നോക്കാൻ പറഞ്ഞ. എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് ടേസുങ്ങും എനിക്ക് നിന്നോട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റത്തില്ല, നിനക്കറിയണമെങ്കിൽ നീ തന്നെ അവളോട് ഞാൻ ചോദിക്കും. എന്നിന് അവനും പറഞ്ഞിട്ട് കിടന്നുറങ്ങും. അതിനുശേഷം അടുത്ത ദിവസം സുൻജയുടെ കൂട്ടുകാരനും അവന്റെ ബാൻഡുമായിട്ട് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവന്മാരും ഈ കോമ്പറ്റീഷന് വിജയിക്കണമെങ്കിൽ സുൻജയെ വേറെ സിംഗറായിട്ട് വേണമെന്ന് പറഞ്ഞ് അവനിന്ന് വരുമോ ഇല്ലയോ എന്ന് കൂട്ടുകാരനോട് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവൻ കുറച്ച് ടെൻഷനായിട്ട് സുൻജയെ വിദേശത്ത് വന്ന കാര്യം ഇവന്മാരോട് പറഞ്ഞ് മൂഡൗട്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഇവന് വരും തന്നെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ കോളേജിലാണ് ഹിംസോളിന്റെ ചേട്ടൻ ടീച്ചറായിട്ട് ചെയ്തു തീർക്കേണ്ട പണിയൊക്കെ ഹിംസോളിന്റെ തല ഏൽപ്പിച്ചങ്ങ് വിടും. അതുകൊണ്ട് ഇവളും അതോർത്ത് ദേഷ്യത്തിൽ കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ സുൻജയുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. എടാ സുൻജ അതിന് വിദേശത്ത് പോയോ, അവൻ ഇന്ന് പോയിട്ട് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലേ.
ഓ അത് അവനൊരു സർജറി ഉണ്ട്, പെട്ടെന്നായിരുന്നു ഡേറ്റ് മാറ്റിയ. ഇനി ഒരു 1 മണിക്കൂറിനുള്ളിൽ അവന്റെ പ്ലെയിൻ എടുക്കും. ഇനി നമ്മൾ പോയിട്ട് കാര്യമൊന്നുമില്ല. എന്നിന് അവന്മാരൊക്കെ സംസാരിക്കുന്ന പുറത്തുനിന്ന് ഇംസോൾ കേട്ടോണ്ടിരിക്കും. അപ്പരാണ് ഇവന്മാര് പറഞ്ഞ പോലെ സുൻജയും അവന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി അവന് വിദേശത്ത് പോകാൻ വേണ്ടി എയർപോർട്ടിൽ നിൽക്കും. സുൻജ എന്നിട്ട് ലഗേജ് ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെയാ. മോൻ അവിടെ പോയതിനു ശേഷം അവിടുത്തെ ഒരു കോച്ച് വന്ന് നിന്നെ പിക്കപ്പ് ചെയ്യും. എന്നിന് അച്ഛൻ അവനോർത്ത് കുറെ കെയർ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കേട്ട് അവനും അച്ഛാ നിങ്ങൾക്ക് എന്നെ ഓർത്ത് അത്രയ്ക്കും പേടിയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വരാത്തത്. എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അച്ഛനും മോനെ എനിക്ക് നിന്റെ കൂടെ വരണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ റെസ്റ്റോറന്റ് ഇപ്പോഴാ ആവശ്യമില്ലാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിസിനസ് ഒക്കെ വന്ന് കിടക്കുന്നത്. ഇന്ന് തന്നെ എനിക്കൊരു വർക്കുണ്ട്, ഇനി അതൊക്കെ പോയി എപ്പോൾ ചെയ്യാനെന്തോ. ഏതിന് അച്ഛന് ടെൻഷനാകുന്നുണ്ട് അവനെ സമ്മാനപ്പെടുത്തും. അച്ഛാ അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് പോയിക്കോ, ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോയിക്കോളാം. ഏതിന് അവൻ പറയുമ്പം അച്ഛൻ അവനെ ഹഗ് ചെയ്യും. ഓ മോനെ, എൻ്റെ മോൻ്റെ ധൈര്യം കണ്ട് ഞാൻ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. ശരിയെന്നാ നീ സേഫ് ആയിട്ട് അവിടെ എത്തിയിട്ട് എന്നെ ഫോൺ വിളിക്കും. പിന്നെ സുൻജ ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കയറുമ്പോഴൊക്കെ നീ ഷൂ ഇട്ടോളാ, അതൊക്കെ അറിയാലോ മോനെ. എന്നിന് അച്ഛനും പോകുന്ന വഴിക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇവൻ എല്ലാം അറിയാന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞേക്കും. അതേസമയം ഇവന്മാര് ഓഡീഷന് പോകാൻ നിൽക്കുമ്പോഴാണ് അവന്മാർക്ക് സംശയം വന്നിട്ട് കൂട്ടാന്റെ അടുത്തേക്കും ചോദിക്കും, എടാ സത്യം പറ സുൻജ ഇവിടെ വരുകയില്ല. ഏതിന് ഇവന്മാർ ചോദിക്കുമ്പോഴാണ് അവന് വിദേശത്ത് പോയ കാര്യം ഇവന്മാരോടൊക്കെ പറയുന്നത്. അതിനുശേഷം സിംഗർ ഇല്ലാതെ ഇവന്മാര് 3 പേരും കൂടെ ആ കോമ്പറ്റീഷനിൽ ചെന്ന് പങ്കെടുക്കും. അവരാണ് അവരൊക്കെ സിംഗർ എന്തെന്ന് ഇവന്മാരോട് ചോദിക്കുമ്പം പെട്ടെന്ന് കൂട്ടുകാരനും സിംഗറിന് ഇപ്പൊ വിളിച്ചോണ്ടരാന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പുറത്തേക്ക് ചെന്നിട്ട് ഞാൻ തന്നെയാ സിംഗർ എന്ന് പറഞ്ഞ് വീണ്ടും അവരുടെ ഫ്രണ്ട് എൻട്രി കാണിക്കും. ഇതൊക്കെ കണ്ട് അവന്റെ കൂട്ടുകാരന്മാര് മൊത്തത്തിൽ ചമ്മിപ്പോയിരിക്കും. ഇത് മിക്കവാറും കുളവാകാനാ പോന്നേന്ന് പറഞ്ഞ്. അതേസമയം സുൻജ പോയ സമയം നോക്കി ഇംസോൾ എയർപോർട്ടിലേക്ക് വന്നിട്ട് അവനോർത്ത് ഫീൽ ചെയ്തോണ്ടിരിക്കും. സുൻജ നീ ഇവിടെ നിന്ന് പോയത് നന്നായി, അല്ലെങ്കിൽ വീണ്ടും ആ സൈക്കോ എന്നെ കൊല്ലാൻ വരുമ്പോ നീ എന്നെ ഹെൽപ്പ് ചെയ്ത് ഫ്യൂച്ചറിൽ നീ വീണ്ടും മരിച്ചേനെ. എന്നെ കൊണ്ടാകെ ഇത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ സുൻജ. ഏതിന് അവൾ അവനോർത്ത് ഫീൽ ചെയ്തോണ്ടിരിക്കും. അപ്പരാണ് ഇവിടെ കൂട്ടുകാരന് അവന്റെ ടീമുമായിട്ട് പുറത്തേക്ക് വരുമ്പം റിപ്പോർട്ടറും ഇവന്മാര് പാസ്സായില്ലേ എന്നറിയാൻ വേണ്ടി ക്യാമറയും പിടിച്ചോണ്ടിരിക്കും. അപ്പരാണ് അവന്മാര് സന്തോഷത്തി സുൻജ എഴുതിയ പാട്ട് കാരണം ഇവന്മാര് ജയിച്ചെന്ന് പറഞ്ഞ് അവന്മാര് 3 പേരും കൂടെ ഹാപ്പി ആയിട്ടിരിക്കും. കാരണം സുൻജ ഇംസോളിനോർത്ത് എഴുതിയ പാട്ട് വെച്ച ഇവന്മാര് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത്. അതിനുശേഷം ഇംസോളും തിരിച്ച് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ വീടിന്റെ ഫ്രണ്ടിൽ ആ സൈക്കോടെ ട്രക്ക് നിൽക്കുന്നത് ഇവള് കാണുന്നത്. അതോടെ ഇവള് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് ആ സൈക്കോ ഇവളെ കൊല്ലാമെന്ന് അറിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുമ്പോഴാണ് ഇവളൊട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ഇവളുടെ ബാക്കി സുൻജ വന്ന് നിൽക്കും. ഇത് കണ്ട് അവള് മൊത്തം ഷോക്കായിട്ട് ഇവൻ എന്തിനാ ഇപ്പൊ ഇവിടെ കൊന്നേന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോഴാണ് അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ എന്തിനാ ഇവള് പേടിച്ച് ഇവിടുന്ന് ഓടുന്നേന്ന് അവളോട് തിരിച്ചു ചോദിക്കും. അപ്പനാണ് ആ സമയം നോക്കി ആ സൈക്കോടെ ട്രക്കും സുൻജ അവിടെ ഉള്ളതുകൊണ്ട് ഇവളൊന്നും ചെയ്യാതെ അവിടെ നിന്ന് പോകും. അപ്പനാണ് ഇംസോൾ ആശ്വാസപ്പെട്ടിട്ട് അവൾ മൊത്തത്തിൽ ഇമോഷണൽ ആകാൻ തുടങ്ങും. സുൻജ നീ ഇവിടെ നിന്ന് അമേരിക്ക പോകേണ്ടതല്ലേ, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്തുകൊണ്ടാ നീ പോവാത്ത? എന്നിന് അവളും വിഷമിച്ച് അവനിട്ട് അടിക്കുമ്പോഴാണ് ഇത് കണ്ട് അവൻ അവളെ സമ്മാനപ്പെടുത്തും. ഇംസോൾ എന്തുകൊണ്ടാ നീ എന്നെ ഇവിടെ നിന്ന് പോകാൻ പറയുന്നതെന്ന് എനിക്കിപ്പം മനസ്സിലായി. എന്നിന് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അങ്ങനെ ഇവനും ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ടേസും ഇന്നലെ രാത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർത്തു നോക്കുന്നത്. അതായത് ഇംസോൾ ഇവനെ സുരക്ഷയായിട്ട് നോക്കിക്കോണമെന്ന അവൻ ഇവനോട് പറഞ്ഞ്. അങ്ങനെ അതൊക്കെ ഓർത്ത് നോക്കിയിട്ട് സുൻജയും പെട്ടെന്ന് അവൻ ഇവര് പണ്ട് പഠിച്ച സ്കൂളിലേക്ക് ഓടിച്ചില്ലും. കാരണം 2023 ഇവ രണ്ടുപേരും ഒരുമിച്ച് കുഴിച്ചെടുക്കാന്ന് ഇവന്റെ അടുത്ത് പ്രോമിസ് ചെയ്താണ്. ഇനി ഒരു പ്രാവശ്യം അതുമെല്ലാം കുഴിച്ചെടുത്ത് നോക്കിയാൽ സത്യം അറിയാൻ പറ്റുമെന്ന് ഇവന്റെ അടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് അവൾ എഴുതിയ ലെറ്ററും ഒരു വാച്ചും ഉള്ളത്. അങ്ങനെ അതെടുത്ത് അവൻ വായിച്ചു നോക്കുമ്പോഴാണ് ഫ്യൂച്ചറിൽ അവനിപ്പോൾ ലെറ്റർ വായിക്കുന്നുണ്ടെങ്കിൽ അവൻ ജീവനോടുള്ളതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾ അതിനകത്ത് എഴുതിയേക്കും. അങ്ങനെ ഇതൊക്കെ വായിച്ചു നോക്കിയതോടെ അവന് മനസ്സിലാവും ഫ്യൂച്ചർ ഇവള് കാരണം അവൻ മരിക്കാൻ പോകുന്നുണ്ട്, അവൾ ഇവനെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ട് ഇവൻ അവളോട് ചോദിക്കും, ഇംസോൾ ഫ്യൂച്ചറിൽ ഞാൻ മരിക്കുമല്ലേ, അത് നീ കാരണം ആയതുകൊണ്ടാ നീ എന്നെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യുന്നത്, അതല്ലേ സത്യം? എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവൾ ഇത് കേട്ട് മൊത്തത്തിൽ ഇമോഷണലായി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പനാണ് ഇത് കണ്ട് അവനും ഇംസോൾ അങ്ങനെ ആണെങ്കിൽ നിന്നെ സംരക്ഷിക്കാൻ പോയി ഞാൻ മരിക്കുവാണ്, എനിക്കത് ഒട്ടും തന്നെ വിഷമമില്ല. അതോർത്ത് നീ എന്നെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നീ അതൊക്കെ മറന്നു തരും, കാരണം ഇത് എന്റെ തീരുമാനം, നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിന്റെ ഫീലിങ്സ് നീ സത്യസന്ധതയോട് പുറത്താണേര്. ഏതിന് അവനും പറഞ്ഞ് അവളെ കിസ് ചെയ്യും. അപ്പരാണ് ഫ്യൂച്ചർ ഇപ്പോൾ എക്ലിസ് ടീമിൽ മൊത്തത്തിൽ 3 പേരെ ഉള്ളെന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ കാണിക്കും. കാരണം സുൻജ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ആ ഫ്യൂച്ചർ ഒരു സിംഗർ ആവത്തില്ല. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇനി ഒരു 5-6 എപ്പിസോഡും കൂടെ ഉള്ളു നമ്മുടെ ഡ്രാമ തീരാൻ. ഇത് മുമ്പായിട്ട് തീർക്കേണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വന്നോണ്ടാ ഇടാൻ ഇത്രയും വൈകിപ്പോയ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും താഴെ കമൻറ്റിൽ പറയുക നിങ്ങളുടെ അഭിപ്രായം. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.